ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ജി സ്റ്റാറിൻ്റെ ഒരു പുതിയൊരു ഡീകോഡർ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഡീകോഡറിനെ അപേക്ഷിച്ച് കുറച്ച് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡീകോഡിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ് ഇന്ന്. എന്തായാലും നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതിന് മുമ്പായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ www.denelstudio.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പുതിയൊരു ഡീകോഡർ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ജി സ്റ്റാറിൻ്റെ ക്യാബിനറ്റിൽ നിന്നൊക്കെ മാറ്റി നമ്മുടെയായിട്ടുള്ളൊരു ക്യാബിനറ്റും അതുപോലെ തന്നെ ഡെനക്സിൻ്റെയൊക്കെ ഒരു എംബ്ലമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം പാനൽ ചെയ്തിരിക്കുന്നത്. അതായത് ബാക്ക് സൈഡിലേക്ക് നോക്കി അറിയാം, ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ അക്രിലിക് ഷീറ്റൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ക ഒരു ഡീകോഡർ സെറ്റപ്പിൽ തന്നെ നമ്മളത് പരമാവധി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് നോർമലി ഒപ്റ്റിക്കലും കൊയാക്സിലും അതുപോലെ തന്നെ USB ബ്ലൂടൂത്ത് ആയിട്ട് മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീകോഡർ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കാര്യമുണ്ട്. 220 വോൾട്ട് AC എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ AC അല്ല വേണ്ടത്, 12 വോൾട്ട് DC 2 ആംപിയർ ആണ് ഈ ഡീകോഡർ വർക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീ ഔട്ടിൻ്റെ കറക്റ്റായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററും സറൗണ്ടും സബും എല്ലാത്തിനും പ്രീ ഔട്ട് ബാക്കിൽ നിന്ന് കണക്ഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഏതാ കിറ്റെന്ന് നോക്കാം. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ജി സ്റ്റാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിമോട്ട് കിറ്റാണ്. അതായത് ഡോൾബിയും DTS ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി റിമോട്ട് കിറ്റ്. ഈ റിമോട്ട് കിറ്റിനെ പറ്റി വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ശരിക്കും ഫ്യൂടെക്കിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് നോയ്സും ക്വാളിറ്റിയിലൊക്കെ നല്ല ചേഞ്ചസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ നമ്മൾ എടുത്തു പറയേണ്ടത് ഡീഫോൾട്ട് ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയതായിട്ടുള്ള ഓളിയത്തിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പഴയ ഇഷ്യൂസ് എല്ലാം മാറ്റി പുതിയ രീതിക്കാണ് ഈ പ്രാവശ്യം ജി സ്റ്റാർ ഈ ഡീകോഡർ ഇറക്കിയിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോഴത്തേനും നല്ല ഒരു അടിപൊളി ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓക്സ് ആയിട്ടും മൾട്ടിപ്പിൾ ഇൻപുട്ട് ഇതിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ വരുന്നുണ്ട്, എയർസ് ഇൻപുട്ട് വരുന്നുണ്ട്, USB ബ്ലൂടൂത്ത്, അങ്ങനെ മൾട്ടിപ്പിൾ നമുക്ക് ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഈ റിമോട്ട് ഇല്ലാതെ നമുക്ക് ഈ മോഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇൻപുട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സാധാരണ റിമോട്ടിന് കംപ്ലൈൻ്റ് ആയി വന്നാൽ പോലും നമുക്ക് ഇത് മോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓക്സും ഒപ്റ്റിക്കലും കൊയാക്സിലൊക്കെ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻപുട്ട് നമുക്കിതിലേക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പഴയൊരു പ്രശ്നം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ ഡീഫോൾട്ട് ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താലും പഴയത് എന്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ നോയ്സിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഓളിയും നമുക്ക് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ പോലും സെയിം എത്രയിലാണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇനി റിമോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ സെയിം റിമോട്ട് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓരോ ചാനലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ മോഡ് മാറ്റാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. മോഡ് മാറ്റുന്നത് ശരിക്കും ഒരു സ്റ്റീരിയോ മോഡും അതുപോലെ തന്നെ 5.1 മോഡും, അങ്ങനെ 2 മോഡിലേക്കാണ് നമുക്കിത് മാറ്റാൻ പറ്റുന്നത്. 2.1ലേക്ക് നമുക്കിത് മാറ്റാൻ പറ്റത്തില്ല. പലരും നമ്മളോടത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബാസ് ആൻഡ് ട്രിബിൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു മൂവി കാണുന്നവർക്ക് ബാസിൻ്റെയും ട്രിബിളിൻ്റെയും ആവശ്യം വരുന്നില്ല. എന്താണ് ഒറിജിനൽ റിയാലിറ്റി അത് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് കറക്റ്റായിട്ട് ഡോൾബിയും DTSും കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഡീകോഡർ, പ്രശ്നങ്ങളെല്ലാം മാറ്റി വന്നിരിക്കുന്ന ഒരു നല്ല ക്വാളിറ്റി ഡീകോഡർ എന്ന് തന്നെ പറയാം. ആൾക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം.